കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ റോട്ടിൽ ടാറ് എന്താന്ന് കണ്ടിട്ടില്ല. ഒരുപാട് കാലമായി ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരിങ്ങപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് 4-ാം വാർഡിലെ റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ടാറ് എന്നല്ല ഇവിടെ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഇവിടെ അവർ കുറച്ച് മറ്റു റോട്ടിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് ഇവിടെ നിരത്തി ലെവലാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ചെയ്തത് ഈ ഇലക്ഷൻ ആയോടിട്ട് വീണ്ടും കുറച്ച് കല്ലും കട്ടയും കൊടുത്തിട്ട് പരത്തി ലെവലാക്കിയിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് ഇതിന്. ഈ റോഡ് ചെമ്മണ്ണൂർക്ക് പോണ ഒരു ബൈപ്പാസ് റോഡ് എന്ന് തന്നെ പറയാം. ഒരുപാട് ആൾക്കാർ ചെമ്മണ്ണൂർക്ക് ആശ്രയിക്കുന്ന റോഡാണ് ഈ റോഡ്. അതുപോലെ തന്നെ ഈ റോഡ് ഷാർജ റോഡ് തന്നെ ഈ റോഡിന്റെ പേര്. ഈ റോഡ് ഷാർജയിലേക്ക് പോകുന്ന റോഡാണ്. ചോലൂർപ്പടി ഷാർജ ജംഗ്ഷനിലേക്ക് പോണ റോഡാണ്. അത് ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ റോഡാണിത്. അനവധി പേര് ഇവിടെ ഭരിച്ചു, ഒട്ടനവധി പേര് വന്നു. ആ മെമ്പർമാരൊക്കെ പറഞ്ഞു ഇപ്പം നന്നാക്കും എന്നാണ്. ഇപ്പം അത് അവസാന നേരത്ത് 10-ാം മാസത്തിൽ NK അക്ബർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോയി. മാമാങ്കം ചെയ്തു പോയ റോഡാണ് ഈ കാണുന്നത്. മുൻ ചെയർമാൻ കൃഷ്ണദാസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളെ സന്നിധാനത്തിലായിരുന്നു ഇവിടെ ഈ പരിപാടികൾ നടന്നത്, ഉദ്ഘാടന ചടങ്ങ് നടന്നത്. NK അക്ബർ, ഇവിടുത്തെ വാർഡ് മെമ്പർ, 4-ാം വാർഡിലെ മെമ്പർ, 5-ാം വാർഡിലെ മെമ്പർ, ഇവരെല്ലാവരും കൂടി കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയൊരു മാമാങ്കം തന്നെ നടത്തിയിട്ടാണ് ഈ റോഡിന്റെ ഉദ്ഘാടനം കഴിച്ചത്. ആ റോഡിന്റെ അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വിഷുവിന്റെ 2 ദിവസം മുന്നേ ബൈക്കുമ്പോൾ സഞ്ചരിച്ച ഒരു ബൈക്ക് യാത്രക്കാരനിരിക്കുന്നത് വണ്ടി സ്ലിപ്പായിട്ട് വേറെ സൈക്കിളുമ്പോൾ പോണ ഒരാളെ മേലിൽ തട്ടിയിട്ട് ആളെ ബ്ലഡ് പോയ സ്ഥലമാണ് ആ കാണുന്നത് റോഡിൽ. അവിടെ അത്രയും ആക്സിഡന്റ് പോലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. കാരണം ഒരു ചെറിയ റോഡ്, ഇടുങ്ങിയ റോഡ്, വലിയ കുഴപ്പമില്ലാണ്ട് പോണ റോഡായിരുന്നു. ആ റോഡിന്റെ അവസ്ഥയാണ് ഇങ്ങനെ. ഈ അവസ്ഥ കാരണം ഇപ്പൊ നിത്യേന ഒരു ആക്സിഡന്റ് പോലും സംഭവിക്കും. മുൻ മെമ്പറും ഭാര്യയും ഇവിടെ കുഴിയിൽ വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർത്ത റോഡാണിത്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 53 ലക്ഷം രൂപ ഇതിന് ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ മാമാങ്കം ചെയ്തത്. ആ മാമാങ്കത്തിന്റെ കാളാണ് ഈ കാണുന്നത്. ഇവിടെ BJP പ്രവർത്തകർ ഒട്ടനവധി സമരങ്ങൾ ഈ റോഡിന് വേണ്ടി നടത്തി. ഇതുവരെ ഒന്നും ഇവിടെ വിജയിച്ചില്ല. കാരണം ഇവരത് നടത്തുന്നില്ല. ഇവിടെ 2 വിഷയമാണ് 4-ാം വാർഡിൽ. ഒന്ന് ഈ റോഡിന്റെ വിഷയം, ഇതേപോലെ തന്നെ ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, അംഗൻവാടി. 10-20 വർഷമായിട്ട് അംഗൻവാടി കെട്ടിടം വാടകയ്ക്കാണ്. ഈ രണ്ടും എത്രയും പെട്ടെന്ന് പണി തീർത്ത് തരണമെന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പറോടും ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരോടും പറയാനുള്ളത്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.